നമ്മളിന്ന് നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നോ? ഒന്ന് പള്ളിയിൽ പോവുകയാണ്. ഇത് വെറും പള്ളിയല്ല കേട്ടോ, കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ്. പള്ളിയുടെ സ്ഥലം മനസ്സിലായല്ലോ, നട്ട്ലി. ലണ്ടനിൽ നിന്നും ഏകദേശം 56 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് നമുക്കിടെ ഈ പള്ളിയുള്ളത്. ഈ പള്ളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന് കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും എത്ര വർഷം? ഏകദേശം 178 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത്. ഇത് 19th സെഞ്ച്വറിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പണി ഏകദേശം 2 വർഷം കൊണ്ട് കഴിഞ്ഞു. 1845 പണി തുടങ്ങി 1847 ഇതിൻ്റെ പണി അവസാനിച്ചു. അന്നത്തെ കാലത്ത് പണിത പള്ളിയാണേലും പള്ളിക്ക് നല്ല ലുക്കൊക്കെ ഇല്ലേ. ഈ പള്ളിയുടെ നിർമ്മാണത്തിന്, അതായത് ഈ സ്റ്റൈലിനൊരു പേര് പറയും, ഗോത്തിക് റിവൈവൽ. അതായത് 18th സെഞ്ച്വറിയിൽ തുടങ്ങി 19th സെഞ്ച്വറിയിൽ അവസാനിച്ചൊരു സ്റ്റൈലായിരുന്നു ഇത്, ഗോത്തിക് റിവൈവൽ സ്റ്റൈല്. പക്ഷേ അന്നത്തെ കാലത്ത് പള്ളികളും കത്തീഡ്രലും എല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ സ്റ്റൈലായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിടെ ഈ പള്ളി പണിത ചേട്ടനെ ഒന്ന് കണ്ടാലോ? കണ്ടില്ലേ, ഈ ചേട്ടനാണ് നമുക്കിടെ ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പള്ളി ഇവിടെ വരാനുള്ളതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നട്ട്ലി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു. അവിടുത്തെ ജനസംഖ്യ കൂടി വന്നു. അപ്പോൾ എന്തായി, അവിടുത്തെ വിശ്വാസികളുടെ എണ്ണവും കൂടി. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒന്ന് പള്ളിയിൽ പോകണമെങ്കിൽ ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് പള്ളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയുള്ളവർ എന്ത് തീരുമാനിച്ചു, ഇവിടെ ഒരു പള്ളി പണിയാമെന്ന്. അപ്പോൾ ഈ പള്ളി പണിയാനായിട്ടുള്ള സ്ഥലം ആര് നൽകി? ഈ ചേട്ടൻ നൽകി. ഏറെ താമസിയാതെ ഈ പള്ളിയുടെ അടുത്തായിട്ട് ഒരു സ്കൂളും കൂടെ വന്നു. ഇപ്പോൾ നമ്മുടെ ഗോത്തിക് റിവൈവൽ ആർക്കിടെക്ചറൽ സ്ട്രക്ചറൊക്കെ കുറേ ഇവിടെ നല്ല സ്റ്റൈലായിട്ട് കാണാൻ പറ്റുന്നില്ലേ? അതിൻ്റെ ഒരു സവിശേഷതയാണ് അങ്ങനെ നീളമുള്ള ജനലുകൾ. ആ സൈഡിലായിട്ട് അങ്ങനെ നീളമുള്ള ജനലൊക്കെ കാണുന്നില്ലേ? അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് കയറാനൊരു ശ്രമം നടത്തുകയാണ്. ഇത് തൊട്ടപ്പുറത്തായിട്ട് നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കൾ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ മുട്ടിയിട്ടൊന്നും ആരും തുറന്നില്ല. ഈ സമയത്ത് നമ്മളൊരു കണ്ടുപിടുത്തം നടത്തി. ഇവിടെ ഞായറാഴ്ചയാണ് പള്ളി ഓപ്പൺ ആക്കത്തുള്ളൂ, അതും കുർബാനയുടെ സമയത്ത് 9 മണി തൊട്ട് 11 മണി വരെ. ഈ എഴുതിയിരിക്കുന്ന പോസ്റ്റെല്ലാം കണ്ടു. പള്ളിയുടെ അകത്ത് കയറണം എന്നുള്ള വളരെ പ്രതീക്ഷയോടെയായിരുന്നു കേട്ടോ ഞാൻ വന്നത്. കാരണം ഈ പള്ളിയെക്കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 19th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയാണെന്നൊക്കെ. അപ്പം അതിൻ്റെ ഉൾവശം കാണാൻ എന്തായാലും ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം വെറുതെയായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പള്ളിയുടെ ചുറ്റുമൊന്ന് വലം വെച്ച് പ്രകൃതി സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് സെമിത്തേരിയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് വരാം. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ്, നല്ല സീനറി, നല്ല രസം. അങ്ങ് മുകളിലായിട്ട് പള്ളിമണിയൊക്കെ കാണുന്നില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പള്ളി വന്നു, പള്ളിയുടെ ചുറ്റും പരിസരവും കുറേ സെമിത്തേരി എല്ലാം കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക്
പതുക്കെ തിരിച്ചിറങ്ങി ഇതാ ഈ വഴി അങ്ങ് ഇറങ്ങി പോവാം.